ഊമ്പിച്ചീര എടുത്ത് കൊണ്ടുപോയി കൊട്ടേഷൻ കൊടുത്തു കഴിഞ്ഞാൽ ഷെഫീനാക്ക് താഴത്തെ പൂട അത്രയുള്ളടി. രേണുസുതിക്കെതിരായിട്ട് ഷെഫീന പറഞ്ഞ ഒരു വാക്കാണ്. ഷെഫീനയ്ക്ക് എവിടെ പൂട ഉണ്ടെങ്കിലും അത് ഷെഫീനയുടെ വിഷയമാണ്, നമ്മുടെ ആരെയും വിഷയമല്ല. ആ പൂട നമുക്ക് കാണുകയും വേണ്ട. പിന്നെ ഷെഫീനയോട് ഒന്നേ പറയാനുള്ളൂ. ഹായ് ഹലോ നമസ്കാരം, ഞാൻ അനിൽ സന്തോഷ്. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഷെഫീന ബീബിക്കെതിരെ ഒരു വീഡിയോ പറയുകയാണ്. അപ്പോൾ ആദ്യം നമുക്ക് അവർ പറയുന്ന ഒരു വാക്കൊന്ന് കേട്ടു നോക്കാം, അതിനുശേഷം ഞാൻ എൻ്റെ ഒരു അഭിപ്രായം പറയും. സത്യം പറഞ്ഞാൽ രേണുസുതിയേക്കാൾ വളരെ മോശം സ്ത്രീ തന്നെയാണ് ഈ ഷെഫീന. ഇവരുടെ വായിൽ നിന്നും വരുന്ന ഓരോ വാക്കുകളും വളരെ മോശം വാക്കുകൾ തന്നെയാണ്. ഇവിടെ സമൂഹത്തിൽ വളർന്നു വരുന്ന നമ്മുടെ മക്കൾ ഇവരുടെ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ എന്താണ് അവർക്ക് കിട്ടുന്ന ഒരു മെസ്സേജ്? ഇവര് രേണുസുതിയെ വിമർശിക്കുന്നത് തെറ്റല്ല, വിമർശിക്കണം. രേണുസുതിയെ വിമർശിക്കുന്നത്, അതിന് നമ്മൾ ആരും എതിര് പറയുന്നില്ല. അവർക്ക് വിമർശിക്കാനുള്ള അധികാരമുണ്ട്, അവകാശമുണ്ട് നമ്മുടെ നാട്ടിൽ. പക്ഷെ അതിന് അല്പമെങ്കിലും മാന്യതയോടുകൂടി തന്നെ വിമർശിക്കണം. ഇതുപോലുള്ള അസഭ്യ വാക്കുകൾ മാത്രമാണ് അവർ പറയുന്നത്. രേണുസുതിയുടെ വീഡിയോകൾ കണ്ട് നമുക്ക് എവിടെയെങ്കിലും രേണുസുതി ഇതുപോലെ അസഭ്യം പറയാൻ നമ്മൾ കേൾക്കുന്നുണ്ടോ? ഇനി ഒരു കാര്യം കൂടെ ഞാൻ ഷെഫീനയോട് പറയാണ്. ഷെഫീന ബീബിക്ക് രേണുസുതി എന്ന ഒരു സബ്ജക്ട് ഇഷ്ടമല്ലെങ്കിൽ നിങ്ങൾക്ക് അത് ഒഴിവാക്കി പോകാം. നിങ്ങളുടെ പ്രൊഫൈലിൽ കയറി കഴിഞ്ഞാൽ രേണുസുതിയെ വിമർശിക്കുന്ന വീഡിയോകൾ മാത്രമേ ഉള്ളൂ. അപ്പോൾ ഒരു കാര്യം ഉറപ്പാണ്, രേണുസുതിയെ വിമർശിക്കുന്നത് കൊണ്ടും അവർക്ക് അനുകൂലമല്ലാത്തവർ വന്ന് കമന്റ് ഇടുന്നതുകൊണ്ടും അത്യാവശ്യം നിങ്ങൾക്ക് അരി വാങ്ങാനുള്ള ഡോളർ കിട്ടുന്നുണ്ട്. ഇല്ലെന്ന് നിങ്ങൾക്ക് പറയാൻ പറ്റുമോ? തെളിയിക്കാൻ പറ്റുമോ? മാന്യമായി വിമർശിക്കുക. ഇനിയും വിമർശിച്ചോ, അത് തെറ്റല്ല. പക്ഷെ അസഭ്യ വാക്കുകൾ പൊതുസമൂഹത്തിലേക്ക് ത്രെഡ് ചെയ്യരുത് എന്ന് മാത്രമേ പറയുന്നുള്ളൂ. ഇനി മറ്റൊരു വാക്കുകൂടെ ഞാൻ കേൾപ്പിച്ചു തരാം. ഗവൺമെന്റ് സെക്രട്ടറിന്ന് ആളുകൾ വന്നിറങ്ങും. നീ കണ്ടോ, കാത്തിരുന്നോ? നീ ആ പെരേടം കൊണ്ട് പോകൂല. നീ അത് വിറ്റ് അദ്ദേഹത്തിന്റെ കടം വീട്ടേണ്ടി വരും. നിനക്ക് അതിനുള്ള പരിപാടി ഞങ്ങൾ ചെയ്തു വെക്കുന്നത്. ഷെഫീന ബീബി, ഈ പുണ്യമാസത്തിൽ ഞാൻ നിങ്ങളോട് പറയുകയാണ്, ഒരാളുടെ നാശം കാണാൻ വേണ്ടി മാത്രമാണ് നിങ്ങൾ വീഡിയോ ചെയ്യുന്നതെങ്കിൽ അത് നിങ്ങളുടെ നാശത്തിലെ തീരത്തുള്ളൂ. അത് നിങ്ങൾ മനസ്സിലാക്കുക. ആരെയും നമുക്ക് വിമർശിക്കാം, മാന്യമായ ഭാഷയിൽ, മാന്യമായ രീതിയിൽ. നിങ്ങളുടെ അജണ്ടയ്ക്ക് അനുസരിച്ച് ആരെങ്കിലും വോയിസ് തന്നതായിരിക്കാം, അതിന് എന്തോ ആയിക്കോട്ടെ. ഈ പറയുന്ന ആരെങ്കിലും രേണുസുതിക്ക് ഒരു നേരത്തെ അന്നത്തിനുള്ള കാശ് കൊടുത്തിട്ടുണ്ടോ? പിന്നെ എന്തിനാണ് അവരെ വിമർശിക്കാൻ നടക്കുന്നത്? ഈ ഒരു കാര്യം കൂടെ അടുത്തത് നമുക്കൊന്ന് പ്ലേ ചെയ്ത് നോക്കട്ടെ. പ്രതികരണം ഒരു അമ്മയുടെ പ്രതികരണമാണ്. കൂടുതൽ പേര് മെസ്സേജ് അയച്ചിട്ടുണ്ട്. രേണുസുതി നിക്കറിടുന്നു, രേണുസുതി നിക്കറിട്ടുകൊണ്ട് ഷോകളിൽ പോകുന്നു, അല്ലെങ്കിൽ പ്രോഗ്രാം ചെയ്യുന്നു, അല്ലെങ്കിൽ രേണുസുതി ആൽബം ചെയ്യുന്നു. അതുകൊണ്ട് ആർക്ക് എന്താണ് ബുദ്ധിമുട്ട്? രേണുസുതി നിക്കറിടുന്നുണ്ട്. നിങ്ങൾക്ക് നിക്കറിട്ടൂടെ? നിങ്ങളുടെ വീട്ടിൽ ആരും നിക്കറിടാത്തവരാണോ? രേണുസുതി മാത്രമേ നിക്കറിടത്തുള്ളൂ? നിങ്ങൾക്കെല്ലാം നിക്കർ അലർജി ഉള്ളവരാണോ? രേണുവിന്റെ നിക്കർ കാണുമ്പോൾ എന്താണ് നിങ്ങൾക്ക് ഇത്രയ്ക്ക് വികാരമെന്ന് എനിക്കറിയുന്നില്ല. ഇതിൽ കൂടുതൽ വൾഗറായിട്ടുള്ള സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾ നമ്മുടെ സമൂഹത്തിൽ ഇന്നുണ്ട്. അതൊന്നും നിങ്ങൾക്ക് പ്രശ്നമല്ല. രേണുസുതി ഇടുന്ന നിക്കറാണ് നിങ്ങളുടെ വിഷയം. ഈ പറഞ്ഞ അമ്മയായാലും അമ്മുമ്മയായാലും നിങ്ങൾ അവരുടെ ഡീറ്റെയിൽസ് ഒന്ന് തരാമോ? നമുക്ക് അവരുടെ ഫാമിലി ഒന്ന് അന്വേഷിച്ച് നോക്കാം. എങ്ങനെയുണ്ട് അവരുടെ ഫാമിലീസ് ഒക്കെ എങ്ങനെയുണ്ടെന്ന് നമുക്കൊന്ന് അന്വേഷിച്ച് നോക്കാം. ഇപ്പൊ നടക്കുന്ന യുദ്ധം